കോൺഗ്രസ് മുക്ത ഭാരതം എന്നതായിരുന്നു ബിജെപി ലക്ഷ്യമെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ബിജെപി മുക്ത ഭാരതം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഭരണവിരുദ്ധ വികാരം കൂടാതെ സഖ്യത്തിനുള്ളിൽ തന്നെ ഉയർന്നുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും എൻഡിഎക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി കക്ഷികളാണ് മുന്നണി ബന്ധം അവസാനിപ്പിച്ച് എൻഡിഎ സഖ്യം വിട്ട് പുറത്തുപോയത്. ഏറ്റവും ഒടുവിൽ മുന്നണി ബന്ധം അവസാനിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത് ശിരോമണി അകാലിദളാണ്. 40 പാർട്ടികളായിരുന്നു എൻഡിഎയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 16 പാർട്ടികളാണ് മുന്നണി ബന്ധം അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാനമായി ദേശീയ പൗരത്വ ബില്ലിൽ പ്രതിഷേധിച്ച് അസം ഗണ പരിഷത്താണ് മുന്നണി വിട്ടത്. ജനങ്ങളെ പരിഗണിക്കാത്ത ബിജെപി രാഷ്ട്രീയം കളിക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്നാണ് സഖ്യകക്ഷികൾ പറയുന്നത്. ഉത്തർപ്രദേശിൽ സഖ്യകക്ഷികളായ അപ്നാദളും SBSPയും മുന്നണി ബന്ധം അവസാനിപ്പിക്കുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ബിജെപിയുടെ ചെറു പാർട്ടികളോടുള്ള സമീപനമാണ് മുന്നണി ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണമായി പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ശിരോമണി അകാലിദളും മുന്നണി ബന്ധം അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബിലെ ബിജെപിയുടെ മുഖ്യ സഖ്യകക്ഷിയാണ് അകാലിദൾ. പാർട്ടി ആഭ്യന്തര കാര്യങ്ങളിൽ RSS ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അകാലിദളിന്റെ ആവശ്യം. കർഷകരുടെ പാർട്ടി കൂടിയാണ് അകാലിദൾ. ഇതുവരെയും ബിജെപി സർക്കാർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും അവഗണന സഹിച്ച് മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് അകാലിദൾ നേതാവ് ഗുജ്റാൾ പറയുന്നത്. ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയെ മെരുക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.